മതരാഷ്ട്രവാദമില്ലെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം പൊളിയുകയാണ്. ആരാധന പൂർത്തിയാകണമെങ്കിൽ പോലും ഇസ്ലാമിക രാഷ്ട്രം വരണമെന്ന് ജമാഅത്തെ ഇസ്ലാമി ഷൂറ അംഗം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ പ്രസംഗം. ഇങ്ങനെയൊന്നും അല്ലല്ലോ നേരത്തെ പറഞ്ഞത്. മഹല്ലും ഹിലാൽ കമ്മിറ്റിയും ഒക്കെ ഇസ്ലാമിക രാഷ്ട്രം വരുന്നതുവരെയുള്ള താൽക്കാലിക സംവിധാനമെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. മതരാഷ്ട്രവാദമില്ലെന്ന് ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു. 2016 ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിരുന്നതായി കെ മുരളീധരനും വെളിപ്പെടുത്തിയിരുന്നു. ആദ്യം നമുക്ക് ആ പ്രസംഗം ഒന്ന് കേൾക്കാം. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ പഴയ പ്രസംഗം. അതിനു മുൻപ് നമ്മുടെ പഴയ നിലപാടും നമുക്കൊന്ന് കാണാം. അഥവാ ആരാധനാകർമ്മങ്ങൾ പോലും അതിനെ പൂർണ്ണതയോടെ തികവോടെ പെർഫെക്ഷനോടുകൂടി നിർവഹിക്കണമെങ്കിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം ഭരണകൂടമുണ്ട്. ഇല്ലാത്തപ്പോഴുള്ള ബദൽ സംവിധാനമാണ് നമ്മുടെ നാട്ടിലെ ഹിലാൽ കമ്മിറ്റിയും അല്ലെങ്കിൽ ഹിലാൽ കമ്മിറ്റിയും നമ്മുടെ നാട്ടിലാവുന്ന സക്കാത്ത് കമ്മിറ്റികളും സക്കാത്ത് ഫൗണ്ടേഷനും അതുപോലെ തന്നെ പള്ളി മഹല്ല് ജമാഅത്തുമൊക്കെ. വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വി എസ് രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. വി എസ് രഞ്ജിത്ത്, ഈ അമീറുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇങ്ങനെയൊന്നും അല്ലല്ലോ. ജമാഅത്തെ മതരാഷ്ട്രവാദത്തെ പിന്തുണയ്ക്കുന്നില്ല, മൗദൂദി ആശയങ്ങൾ പിൻപറ്റുന്നില്ല, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു. പക്ഷെ ഇപ്പോൾ ഷൂറ അംഗം തന്നെ ഇക്കാര്യങ്ങളൊക്കെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. മതരാഷ്ട്രം വരണം, മതരാഷ്ട്രം വന്നാലേ ആരാധനകളൊക്കെ പൂർണ്ണമാവുകയുള്ളൂ, ബാക്കിയെല്ലാം ശിർക്കത്താണ് എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ വി എസ് രഞ്ജിത്ത്? ഈ അഭിപ്രായങ്ങളിൽ വ്യത്യാസമുണ്ട്, വൈരുദ്ധ്യമുണ്ട് എന്നുള്ളത് വ്യക്തമാവുകയല്ലേ വി എസ് രഞ്ജിത്ത്? ഡോക്ടർ, 2019 അന്നത്തെ അമീറായിട്ടുള്ള ആരിഫ് അലി ഇവരുടെ ഭരണഘടന തിരുത്തിയെന്നും മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചുവെന്നും ഒക്കെ പറയുന്നത്. അതിനുശേഷമാണ് UDF-ഉമായിട്ടൊക്കെ പലതരത്തിലുള്ള സഹകരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കെ മുരളീധരൻ ഉൾപ്പെടെ തുറന്നു പറയുന്നു 2016 തിരഞ്ഞെടുപ്പിൽ എനിക്ക് പിന്തുണ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ. അത് ആ പിന്തുണ സ്വീകരിക്കുന്നതും മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയിൽ ജമാഅത്തെ ഇസ്ലാമിയെ ഉൾപ്പെടുത്തുന്നതുമെല്ലാം ഇവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് 2019 പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അന്നത്തെ കാര്യമാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഇപ്പോഴത്തെ അമീറായിട്ടുള്ള മുജീബ് റഹ്മാനും നമ്മളോട് പറഞ്ഞത്. അത് അദ്ദേഹം ഒരു പടി കൂടി കടത്തി പറഞ്ഞു, മൗദൂദിയൻ ആശയങ്ങളല്ല ജമാഅത്തെ ഇസ്ലാമിയുടേതെന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് ഈ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ നടത്തിയ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ പറയുന്നത് ഈ ഇസ്ലാമിക ഭരണം വന്നാൽ മാത്രമേ ഈമാൻ പൂർത്തിയാവൂ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ വിശ്വാസവും അതിപ്രകാരമുള്ള പ്രവർത്തനങ്ങളും പൂർത്തിയാകൂ എന്നുമാണ് കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. ഈ പ്രസംഗത്തെ ജമാഅത്തെ ഇസ്ലാമി ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല. ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണവും ജമാഅത്തെ ഇസ്ലാമി നടത്തിയിട്ടില്ല. ഈ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഇന്നിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഷൂറ കമ്മിറ്റിയിലെ മുതിർന്ന അംഗവുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അകത്ത് അംഗങ്ങൾക്കിടയിൽ പറയുന്നതൊന്നും പുറത്ത് പൊതുമധ്യത്തിൽ പറയുന്നത് മറ്റൊന്നുമാണ് എന്നുള്ള ഇരട്ട നിലപാടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആദർശ പ്രസംഗങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു പ്രമേയം പാസ്സാക്കുകയോ ആ പ്രമേയത്തിനടിസ്ഥാനത്തിൽ ഞങ്ങളുടെ സംഘടന പൂർണ്ണമായി മാറി എന്ന് പറയുകയോ വേണം. പ്രമേയത്തെക്കുറിച്ച് നമ്മൾ ചോദിച്ചിരുന്നു അമീറിനോട്, എന്തുകൊണ്ടാണ് ഒരു ഷൂറ കമ്മിറ്റി കൂടി ഒരു പ്രമേയം പാസ്സാക്കി മതരാഷ്ട്രവാദത്തെയും മൗദൂദീൻ ആശയത്തെയും തള്ളിക്കളയാത്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ പ്രമേയത്തിന്റെ ആവശ്യമില്ല, ഒരു തെറ്റിദ്ധാരണ മാത്രമാണുള്ളത്, ആ തെറ്റിദ്ധാരണ ഞങ്ങൾ നീക്കുന്നു എന്നുള്ളത്. അപ്പോൾ തെറ്റിദ്ധാരണയല്ല, ഇതൊക്കെ ഇത്തരത്തിലുള്ള നേതാക്കന്മാർ പ്രസംഗിച്ചതിലൂടെയും പരാമർശിച്ചതിലൂടെയും ഒക്കെ ജനങ്ങൾ മനസ്സിലാക്കിയെടുത്തതാണ്. അപ്പോൾ തെറ്റിദ്ധാരണയല്ല, ആദർശപരമായ സമീപനമാണ്. ആദർശം തിരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് തിരുത്തി എന്നുള്ളൊരു രേഖ, അത് പ്രമേയമാണെങ്കിൽ പ്രമേയം, അല്ലെങ്കിൽ സംഘടനയുടെ നിലപാട് ഭരണഘടനയാണെങ്കിൽ അത്